തീരം സന്ധ്യാരാഗം യമുനാ തീരം സന്ധ്യാരാഗം నిజమైనాయి కలలు నీలా రెండు కనులలో నిలువగనే తేనెల్ల గోదారి ఎన్నెల్ల గోదారి మెరుపులతో యమునా తీరం సంధ్యారాగం నిజమైనాయి కలలు నీలా రెండు కనులలో എന്താ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. അമ്മനോട് വിളിച്ച കാര്യം പറഞ്ഞു. ഞാൻ ചോദിച്ചോട് ആരാ അവളെന്നാണ് അവർക്ക് എന്താ കേസല്ലേ കുട്ടി മാറ്റാനോട് ഇപ്പൊ രമേശൻ പറഞ്ഞു കഴിഞ്ഞാൽ അവളോട് നിൽക്കാൻ പറ്റുമോ? ഞങ്ങളോട് അമ്മോട് പറഞ്ഞു അവർക്ക് എന്താ വിളിക്കരുത്. അന്ന് രാത്രി നമ്മള് നോൽമ്പറക്കാൻ വേണ്ടിട്ട് അന്ന് സുനിനോട് വർത്താനം പറയാൻ വന്നു. ഞാൻ പറഞ്ഞേ സുനിയോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞോളൂ ഉണ്ടാകുന്നോ പറഞ്ഞ ചിലപ്പോ ഞാൻ എന്താ പറയാന്ന് എനിക്ക് കിട്ടില്ല. നീ എന്താ പണി എടുത്തോന്ന് പറഞ്ഞു. ഒന്നും വേണ്ടിയില്ല അവളുടെ കാര്യം. വെള്ളമ്മ ചോദിച്ചില്ലേ സുനിയോട് എന്നെ കെട്ടിയനടേന്ന് അല്ല ഒറ്റ വരണ്ട ആൾക്കാരറിയില്ലടാ അമ്മോട് വെള്ളമ്മോട്
മരുമക്കളെ കുറിച്ച് നിങ്ങളിപ്പോ ആരെ കണ്ടിട്ട് പറയണ മോഹിനെ കണ്ടിട്ടോ എത്ര നേരം പണി മാറ്റി കഴിഞ്ഞാൽ അവിടെ വന്ന് പരാതി ഉണ്ടാവാറില്ല. ഞാനിപ്പോ ആരെയും എനിക്കില്ലാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞപ്പോൾ അപ്പോഴാണ് സൈതമായി ഞാനിതൊക്കെ കൂടുന്നത് പറഞ്ഞു അവര് പറഞ്ഞ കാര്യം പറ്റില്ല. ഇവർക്ക് തന്നെ അവര് ഞാൻ അമ്മനോട് മണിമാമന്റെ പരിപാടി എന്തുണ്ട് ഞാൻ നിങ്ങളോട് മണിമാമന്റെ പരിപാടി ഇരിക്കാൻ പറഞ്ഞത് നോക്കേ പോയില്ല മേമയ്ക്ക് മേമ പറഞ്ഞിട്ടാണ് അന്നാ പരിപാടിക്ക് ഇരുന്നുള്ളത്. ഞങ്ങളുടെ നിന്നല്ല നിങ്ങൾ എന്റെ അമ്മയ്ക്ക് തോന്നറിയില്ല അമ്മ പഠിക്കാൻ തന്നെ അവിടെ ആരും പോയി പണിയെടുത്തില്ല. ആ ശരി ഇരുന്നോട്ടെ ഇഞ്ഞൊക്കെ ഞാൻ പറഞ്ഞതാ ഇഞ്ഞൊക്കെ ഇരിക്കണല്ലോ. കുറച്ച് വാശി ഞാൻ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറവൊക്കെ ഉണ്ടാ അതാ എല്ലാം കഴിഞ്ഞ് നിൽക്കണമെന്നില്ലല്ലോ. എല്ലാവർക്കും മനീഷിനായിരുന്നു കാര്യം. ആകെ കൂടി അങ്ങോട്ട് മിണ്ടണത് വല്യമ്മ കുഞ്ഞമ്മ ഇല്ലേ പറ്റ
അലമ്പായ കള്ളുപിടിച്ച പശ കാരണം മണിപ്പാപ്പന്റെ വീട്ടിലേക്ക് കയറി പിന്നെ രാത്രി മുകളിൽ ఆనందమానందమానందమాయేటి మధుర కదా മണിപ്പാപ്പനെ വീട്ടിലെ മണി അതിന്റെ മൂത്ത മോൻ അതൊരു മോനല്ലേ അതിനുണ്ടായ കുട്ടിയായിട്ട് ഞാൻ ഇന്നെ കണ്ടിട്ടില്ല പിന്നെ മനീഷ് പിന്നെ താഴെ താഴെ അതിവ ഇവ മനീഷ് ഞാന് അജി തന്തു കുഞ്ഞും കുഞ്ഞമ്മു അതെ അവർക്ക് ചക്കരയും കെട്ടിപ്പിടിക്കുകയും മേമയുടെ കല്യാണ ഹോട്ടലുണ്ട് അവിടെ ഒരാൾ കയറി കൂടുതലുള്ളൂ ഞാനും ഞങ്ങള് മൂന്നാള് സുസ്മീനൊക്കെ ഇനി സുസ്മിനോട് കമ്പനി ഉണ്ടായിരുന്നു അവള് കുഞ്ഞു കുട്ടിയാ പിന്നെ കാണാൻ അവള് വലിയ കുട്ടി അവളുടെ ഫസ്റ്റ് ലൈൻ പഠിക്കുമ്പോ ഒരു ലൈൻ അവിടെ ഡ്രൈവർ വന്നിട്ട് അവള് കുത്തിട്ട് പോയിട്ട് ആര് ആദ്യ കേസിൽ ആരാ സുമി സുമിയുടെ മറ്റേ മറ്റേ രണ്ടാമത്തോളാ സുമി ആക്ടിക്കാവിൽ പഠിച്ചിരുന്നില്ലേ എന്നിട്ട് പ്രകാശം പോയി അത് പ്രാവശ്യം വന്നപ്പോൾ ദാസമാൻ്റെ അമ്മയുടെ പരിപാടിക്ക് വന്നില്ലേ ആ പരിപാടിക്ക് വന്നപ്പോഴാണ് കുഞ്ഞു പറ്റിയൊരു ചേച്ചി ആ ചെക്കൻ പിന്നീട് മറ്റേ ലൈൻ നമ്മളെ ബസ്സിലെ ഡ്രൈവറാന്ന് പറഞ്ഞു ഇടയ്ക്ക് മണ്ടോളം മുന്നില്ലേ ചെക്കനായിട്ടും സംസാരിച്ചു അവള് ഇപ്പൊ അവള് മെയിൻ പരിപാടി എന്താ വെച്ചാൽ പൂരം പോയില്ലോ അവനെവിടെ പരിപാടി അവിടെ ഉണ്ട് കാരണം ഇവര് വേറെ പോയില്ലോ അവിടെ മാറി വേറൊരു സംഭവം ഉണ്ടായി അതെ ആ പോർഷന്റെ മരുന്ന് പോലെ ഒട്ട് കിട്ടാണ്ടോ ഞാൻ ചോദിച്ചാൽ ഒരു കുട്ടി പോയതല്ലേ എന്നാ കുട്ടി ഉണ്ടായിക്കോട്ടെ ഏതൊക്കെ കളയണം അത് ശരിയാവില്ല അത് വേണ്ട അവളല്ലേ അല്ലാതെ എനിക്ക് മനസ്സിലായി കാരണം അത് നാട്ടിൽ നമ്പർ പിന്നെ ഇങ്ങനൊന്നും വിളിക്കില്ല പരിപാടിക്ക് അറിയില്ല പറഞ്ഞു അന്റെ ചേച്ചി ഫാർമസിയിൽ രണ്ടോ എന്തൊക്കെയായിരുന്നു പറയാ ഞങ്ങള് ഞാൻ സ്നേഹിച്ചപ്പോ എന്തൊക്കെയായിരുന്നു ഇവിടെ വെച്ചിട്ടാ പയ്യന്റെ പൊന്നെ ഇന്നിപ്പോ ആ മക്കളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല തള്ള ഇന്നലെ അമ്മായി സുമേഷേട്ടൻ അമ്മായി അമ്മായി കളിച്ചാർന്നല്ലോ അവളെ മോളെ കൊടുക്കുന്നു ഇത്ര നല്ല കുട്ടീനെ അത് ഷാജി കണ്ടിട്ട് പോലുമില്ലേ ആരനെ കുഞ്ഞുമോന് ചോദിച്ചു വന്നില്ലേ സുമന അന്ന് ഷാജമാൻ പറഞ്ഞു അന്ന് ഞാൻ വിശേഷമായിട്ടിരിക്കുക 5 മാസമായിട്ടാ 5 മാസമായിട്ടാ അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ സ്വകാര്യത്തിൽ വന്നിട്ട് ഇങ്ങനെ മാമ അങ്ങനെ കാര്യമായിട്ട് ചോദിച്ചു ഞാൻ പറഞ്ഞേ മാമ നമ്മളങ്ങനെ ഒരു ലെവല് കണ്ടിട്ടില്ല